എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രേമ. ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണയായി നമ്മുടെ അടുക്കള തോട്ടത്തിൽ മത്തൻ കൃഷി ചെയ്യുമ്പോൾ കണ്ടുവരുന്ന പ്രധാന പ്രശ്നമാണ് മത്തനിലെ പൂവുണ്ടാവുന്നില്ല അല്ലെങ്കിൽ കായ് പിടിക്കില്ല എന്നുള്ള ഒരു പ്രശ്നം. ഇതിന് പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കാണണം. തൈ നടുന്നതിന് മുമ്പായി തടത്തിൽ 1/2 കിലോ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് നമ്മൾ വിത്ത് പാകേണ്ടത്. ഇത് ചെയ്യുന്നത് ചെടിക്ക് ആവശ്യമായ കാൽസ്യം ലഭിക്കുന്നതിനും മണ്ണിൻ്റെ പുളിരസം മാറ്റുന്നതിനും വേണ്ടിയിട്ടാണ്. മത്തൻ നടുന്ന തടം നമ്മൾ കരിയില ഇട്ട് അല്ലെങ്കിൽ ചപ്പ് ചവറുകൾ ഇട്ടിട്ട് കത്തിക്കണം. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മത്തൻ മണ്ടുകൾ സാധാരണയായി ഈ തടത്തിൽ ചപ്പു ചവറുകളിലാണ് മുട്ടയിടുന്നത്. ഈ മുട്ട വിരിഞ്ഞ് പുഴുക്കളായി പുറത്തു വരുന്നവ മത്തൻ ചെടിയുടെ വേരുകൾ തിന്നു നശിപ്പിക്കുകയും അങ്ങനെ മഞ്ഞളിപ്പ് ഉണ്ടാവുകയും ചെടിക്ക് ശരിയായ രീതിയിൽ മണ്ണിൽ നിന്നും പോഷകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയാതെ മഞ്ഞളിപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഒഴിവാക്കാനാണ് തടത്തിൽ ചപ്പ് ചവറുകൾ ഇട്ട് കത്തിക്കണമെന്ന് പറയുന്നത്. ഇതുകൂടാതെ 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർക്കണം. മണ്ണിൽ കൂടി ഉണ്ടാകുന്ന രോഗങ്ങളെ തടയാൻ വേണ്ടിയാണ് വേപ്പിൻ പിണ്ണാക്ക് തടത്തിൽ ചേർക്കണം എന്ന് പറയുന്നത്. ചെടിയുടെ ആദ്യത്തെ വളർച്ചാ ഘട്ടത്തിൽ കൂടുതലായി നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടിയിൽ പെൺപൂക്കൾ ഉണ്ടാവില്ല. ഇങ്ങനെ പെൺപൂക്കൾ ഉണ്ടാവാത്ത അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവാത്ത 2 വിളകളാണ്, ഒന്ന് മത്തനും പയറും. പൊട്ടാഷ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ അടുക്കളയിലുണ്ടാകുന്ന വെണ്ണീറോ അല്ലെങ്കിൽ രാസവളം പൊട്ടാഷ് വാങ്ങിച്ചിട്ട് 10 ഗ്രാം വീതം തടത്തിൽ ചേർത്ത് കൊടുക്കാം. സാധാരണ 1 കിലോ വെണ്ണീറിൽ 3% മാത്രമേ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളൂ. അത് രാസവളത്തിലേക്ക് മാറുമ്പോൾ 30 മുതൽ 40% വരെയാവും. കാൽസ്യം, മാഗ്നീഷ്യം, പൊട്ടാസ്യം ഇവ 3 ധാരാളമായി മത്തങ്ങയിലുണ്ട്. ഈ മത്തങ്ങയിൽ ഉണ്ടാവണമെങ്കിൽ ഇത് ചെടിക്ക് മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മണ്ണിൽ ഈ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണം. സാധാരണയായി കാൽസ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം ഇവ 3 വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ചു ചേരുന്നവയാണ്. നമ്മുടെ മണ്ണിലെ ഈ മൂലകങ്ങളെ പിടിച്ചു നിർത്താനുള്ള കഴിവില്ല. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന മഴ മൂലം ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ച് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ 25 ഗ്രാം മാഗ്നീഷ്യം സൾഫേറ്റ് ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി പെൺപൂക്കൾ വിരിഞ്ഞാലും കായ പിടിക്കാത്തതിനുള്ള കാരണം എന്താണെന്ന് നോക്കാം. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ 1-2 മത്തൻ തൈകളാണ് വെച്ച് പിടിപ്പിക്കാറ്. ഇങ്ങനെ ഒരു പൂവിടുന്ന ഒരു സമയത്ത് ആദ്യം കുറേ പെൺപൂക്കൾ വിരിയും, അല്ലെങ്കിൽ ആദ്യം കുറച്ച് വൈകിട്ട് ആൺപൂക്കൾ വിരിയാറുള്ളൂ, അല്ലെങ്കിൽ ആദ്യം കുറേ ആൺപൂക്കൾ വിരിയും, കുറച്ച് വൈകിട്ട് പെൺപൂക്കൾ വിരിയാറുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ശരിയായ രീതിയിൽ പരാഗണം നടക്കാത്തത് മൂലം കായ പൊഴിഞ്ഞു പോകും. പെൺപൂക്കൾ കൊഴിയുന്നതിനുള്ള പ്രധാന കാരണം കായ്ച്ചയുടെ അറ്റാക്കാണ്. വളരെ ചെറുതായിട്ട് പെൺപൂക്കൾ രൂപപ്പെടുമ്പോഴേക്കും കായ്ച്ച വന്ന് അതിൽ കുത്തുകയും മുട്ടയിടുകയും ചെയ്യുന്നത് മൂലം കായകൾ ചീഞ്ഞ് പൊഴിഞ്ഞു പോകുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ പന്തലിൽ കായ്ച്ച കണികൾ, ഫിറമോൺ കണികളോ അല്ലെങ്കിൽ തുളസിക്കണി മുതലായവ കണികൾ കായ്ച്ചയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കെണികൾ സ്ഥാപിക്കേണ്ടതാണ്. ഇനി കായ പൊഴിയുന്നതിനുള്ള മറ്റൊരു കാരണം സൂക്ഷ്മമൂലങ്ങളുടെ കുറവാണ്. അപ്പോൾ സൂക്ഷ്മമൂലകങ്ങൾ 5 ഗ്രാം വീതം ചെടി നട്ട് ഓരോ മാസവും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതാണ് സൂക്ഷ്മമൂലങ്ങളുടെ ഒരു മിശ്രിതമാണിത്. ഇത് KVKയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇനിയൊരു മത്തങ്ങ മുറിച്ചെടുക്കാം. ഇതൊരു 2 കിലോ ഉണ്ടാവും. ഇതിന്ന് മുറിച്ചെടുത്ത മത്തങ്ങയാണ്. ഉള്ളു പൊള്ളേന്നല്ല, നല്ല കാമ്പുണ്ട്, പഴുത്തുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് മത്തരിശ്ശേരി ഉണ്ടാക്കണം. എൻ്റെ അടുക്കള തോട്ടത്തിൽ നിന്ന് ഇന്നൊരു കൊട്ട പച്ചക്കറി വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ ഇതേപോലെ
പച്ചക്കറികൾ വിഷമില്ലാതെ ഉണ്ടാക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.